ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. എപ്പോഴും ഞാൻ സിമ്പിളായിട്ട് റെസിപ്പി ആയിട്ടാണ് വരാറ് അല്ലേ, അതിന് മാറ്റമൊന്നുമില്ല. എന്നാലും ഇന്ന് വന്നിരിക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ്, അതായത് റവ വട. ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ മെതുവട, അതായത് ഉഴുന്നുവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രൊസീജിയർ ഉണ്ട് അല്ലേ. പക്ഷേ ഈ റവ വട എന്ന് പറയുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അതേസമയം മെതുവടയുടെ അത്ര തന്നെ ടേസ്റ്റ് കിട്ടുന്ന ഒരു വടയാണ് പ്രോപ്പർ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള ഈസി പീസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റവ വട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് റവ വെച്ചിട്ട് വട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3/4 ഗ്ലാസ് ബീറ്റ് ചെയ്തിട്ടുള്ള തൈര്, അതായത് തൈര് നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് കട്ടകൾ ഉടച്ചിട്ടുള്ള തൈരാണ്. അതൊരു 3/4 ഗ്ലാസ്. ഇച്ചിരി പുളിയുള്ള തൈര്, ഒരുപാട് പുളി വേണ്ട, എന്നാലും ലൈറ്റായിട്ട് പുളിയുള്ള തൈരാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ റവ ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ റോസ്റ്റഡ് റവയാണ്. അതായത് നമ്മൾ വാങ്ങിക്കാൻ കിട്ടില്ലേ, വറുത്ത റവ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്ന റവ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സാധാരണ റവയാണെന്നുണ്ടെങ്കിലും, അതായത് വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും വറുത്ത റവയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടി ഉപയോഗിക്കാം. അല്ലാതെ എക്സ്ട്രാ ആയിട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് റവയാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് കുറച്ച് വലിയ ടൈപ്പ് റവയാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അതുപോലെ ഞാൻ വിപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അതായത് ഇച്ചിരി ഒന്ന് നൈസായിട്ട് ഇങ്ങ് പൊടിച്ചെടുക്കുക. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതിയില്ല. ഓവറായിട്ട് ഫൈനായിട്ട് നമ്മുടെ മൈദ പോലെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഒന്ന് പൊടിച്ചെടുക്കുക. 1 ഗ്ലാസ് റവയ്ക്ക് ഞാൻ 3/4 ഗ്ലാസ് തൈരാണ് എടുക്കാൻ പോകുന്നത്. പക്ഷേ കൂട്ടി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും തൈര് വേണോ അല്ലെങ്കിൽ വെള്ളം വേണോ എന്നുള്ള കാര്യം മിക്സ് ചെയ്ത് വരുമ്പോഴേ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അഥവാ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തൈര് വേണമെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതേസമയം വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഒരു കുറച്ച് റവയോ അല്ലെങ്കിൽ കുറച്ച് മൈദയോ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു അളവ് നമുക്ക് എടുക്കാം. ഇത് രണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ റവയിലേക്ക് തൈര് ഒഴിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു ബൗൾ എടുക്കാം, ആ ബൗളിലോട്ട് റവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തൈര് ഒഴിച്ച് നോക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ ഈ തൈരിൽ റവ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോഴാണ് നന്നായിട്ട് ഇതങ്ങ് വീർത്ത് വരിക, നല്ല സോഫ്റ്റായിട്ട് മാറും നമ്മുടെ റവ. നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ സാധാരണ മെതുവട ഉണ്ടാക്കില്ലേ, ഉഴുന്നുവട ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസി ആവണം നമ്മുടെ ഇതിൻ്റെ മാവിന്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് 20 മിനിറ്റോളം വെക്കുക. 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും നമ്മുടെ റവ. ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ അടച്ചു വെക്കുക. ഇപ്പോൾ ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ റവയൊക്കെ ഇതിൽ കുതിർന്നിട്ടുണ്ട്. ഈ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം വെള്ളം വേണമെന്ന് തീരുമാനിക്കും. പക്ഷേ വെള്ളം വേണ്ടി വരില്ല, കാരണം ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇടണം. അതായത് ഞാൻ കുറച്ച് കറിവേപ്പില വളരെ നൈസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കറിവേപ്പില ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില ഒഴിവാക്കാം. കറിവേപ്പിലേക്ക് പകരമായിട്ട് മല്ലിയില ഇടാം. മല്ലിയിലയും കറിവേപ്പില ഒരുമിച്ച് വേണമെങ്കിൽ ഇടാം. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാൻ കുറച്ച് ഇഞ്ചി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള വടയാണ് ഇഷ്ടം. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചും നിങ്ങളുടെ താല്പര്യം അനുസരിച്ചും പച്ചമുളകിൻ്റെ അളവിൽ മാറ്റം വരുത്തുക. അതുപോലെ തന്നെ ഒരു സവാളയുടെ 1/4 ഭാഗം കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാള അല്ലെങ്കിൽ ചെറുള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സവാള ചില പിള്ളേർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സവാള ഒഴിവാക്കാം. ഇത്ര ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിലർക്ക് ഇതിൻ്റെ ഉള്ളിൽ കുരുമുളക് ഇടുന്ന ഇഷ്ടമായിരിക്കാം. അപ്പോൾ കുരുമുളക് ജസ്റ്റ് ചതച്ചിടാം. അതുപോലെ തന്നെ മൊത്തത്തിൽ നല്ല ജീരകം, അതായത് ക്യൂമിൻ സീഡ്സ് ഇടണമെങ്കിൽ ഇടാം. ഞാൻ അതിന് പകരമായിട്ട് ക്യൂമിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒരു 2 നുള്ള് ക്യൂമിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇനി ഇടാൻ പോകുന്നത് കായത്തിൻ്റെ പൊടിയാണ്. ഇതേപോലത്തെ നമുക്ക് കിട്ടുന്ന കായത്തിൻ്റെ പൊടി 2 നുള്ളി ഇട്ട് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം, ഒരുപാട് കൂടാൻ പാടില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ വടയിൽ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വളരെ കുറച്ച് മാത്രം ചേർക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം.
മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു ഫോർക്ക് എടുക്കുക. ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്യുക. ഞാൻ ഉഴുന്നുവടയുടെ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ, സെയിം പോലെ തന്നെ. കാരണം നന്നായിട്ട് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫോർക്ക് എടുക്കട്ടെ കേട്ടോ. ഞാൻ ഒരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്യുക. അപ്പോൾ എയറായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫ്ലഫി ആവും, പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, അതേസമയം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ അങ്ങനെ ചെയ്യുക കേട്ടോ. കൈവച്ച് ചെയ്താലും മതി, പക്ഷേ ഞാൻ ഫോർക്കാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഫോർക്ക് വെച്ചിട്ട് കേട്ടോ. ഇതാ അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങുന്നേക്കാളും കുറച്ച് മുൻപ് മാത്രം ഇടാൻ പാടുള്ളൂ ബേക്കിംഗ് സോഡ. 2 നുള്ളു ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. അതായത് കുറച്ച് നന്നായിട്ട് അത് വീർത്ത് വരാനും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഇടുന്നത്. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ കേട്ടോ. 2 നുള്ളു ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം എടുത്ത് വെക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ട വടയുടെ പരുവത്തിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കുറച്ച് റവയോ അല്ലെങ്കിൽ കുറച്ച് മൈദയോ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്ത് എടുത്തോളും. മനസ്സിലായല്ലോ? അതേസമയം കൂടുതൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള മാവാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് അല്പം വെള്ളമോ അല്ലെങ്കിൽ തൈരോ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ രണ്ടാണെങ്കിലും നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എണ്ണ ഒന്ന് ചൂടാവട്ടെ, അതിന് ശേഷം ഞാൻ വട ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് വട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ അടുത്ത് തന്നെ കുറച്ച് വെള്ളം റെഡിയാക്കി വെക്കുക. കൈ ഒന്ന് മുക്കാൻ വേണ്ടിയിട്ടാണ്. കൈ ഒന്ന് നനച്ചതിന് ശേഷം വേണം നമുക്ക് വട റെഡിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അഥവാ നിങ്ങൾക്കിപ്പോൾ ഹോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വെറുതെ കോരിയിട്ടാലും മതി കേട്ടോ. ചില കുട്ടികൾ പറയാറുണ്ട് ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റിയില്ല ചേച്ചി, പക്ഷേ ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല, വടയുടെ ടേസ്റ്റ് ഉണ്ടായാൽ മതി, അപ്പോൾ ഹോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കൈ നനയ്ക്കുക, അതിൽ നിന്നൊരു ചെറിയ ഉരുളങ്ങ് എടുക്കുക, കയ്യിലിങ്ങനെ ഉരുട്ടുക. ഓക്കെ, എന്നിട്ട് തള്ളവിരൽ ഒന്നും കൂടെ വെള്ളത്തിലൊന്ന് മുക്കുക, എന്നിട്ട് നടുവിൽ ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എണ്ണയുടെ ചൂട് ഒരുപാട് കൂടാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ആദ്യമാദ്യത്തെ വട നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം, കാരണം ഓരോന്നിൻ്റെയും കുക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇടത്തരം തീയിലിട്ടതിന് ശേഷം നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടയ്ക്ക് നല്ല ബ്രൗൺ കളർ വരും, പക്ഷെ ഉള്ളിൽ ഒട്ടും കുക്കായിട്ടുണ്ടാവില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇടുമ്പോൾ എപ്പോഴും കൈ സൂക്ഷിക്കണം, എണ്ണയിലൊന്നും കൈ മുങ്ങിപ്പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വെള്ളം എണ്ണയിലേക്ക് ആവാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പാത്രം ഇങ്ങനെയൊക്കെ വെക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ഞാൻ പാത്രം ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാറില്ല. നനഞ്ഞ കൈ ഇടുമ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അറ്റ് എ ടൈം 6 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഞാൻ. ഒരുപാട് ക്രൗഡഡ് ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇത് നല്ല വടയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, കാരണം ഇതിപ്പം എല്ലാം മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. വട കുക്കായിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല നമ്മുടെ വടയ്ക്ക്. അപ്പോൾ ആദ്യത്തെ വട റെഡി ആയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം ഇട്ടിരുന്ന വട നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ വടയും ആ ഒരു കളറാവുന്ന സമയത്ത് അങ്ങ് കോരാം കേട്ടോ. ആദ്യം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ 1 ഗ്ലാസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ തൈര്. പക്ഷേ അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കൂടിയ പോലെ തോന്നി കൺസിസ്റ്റൻസി. അതുകൊണ്ട് ഞാൻ വീണ്ടും മാറ്റി 3/4 ഗ്ലാസ് ആക്കി. അതിന് ശേഷമാണ് മിക്സ് ചെയ്തത്. അപ്പോൾ ഓരോന്നിൻ്റെ കൺസിസ്റ്റൻസി മാറുന്തോറും വടയുടെ ടെക്സ്ചറിന് മാറ്റം വരും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അഥവാ കൂടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം റവയോ മൈദയോ ചേർത്തിട്ട്. പക്ഷേ അളവ് കറക്റ്റായിട്ട് അറിയുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. 3/4 ഗ്ലാസ് തൈരിന്, ബീറ്റ് ചെയ്ത തൈരിന് 1 ഗ്ലാസ് പൊടിച്ച റവ, അതാണത് കണക്ക് കേട്ടോ. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും അബദ്ധം പറ്റുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടാമത്തെ വടയും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് കോരാം. ഞാൻ ബാറ്ററിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഉപ്പൊക്കെ കറക്റ്റാന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു വട ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിതിപ്പോൾ ഞാനൊരു വട കഴിച്ചുകൊണ്ടിരിക്കണം. ആദ്യം ഉണ്ടാക്കിയ വട ഞാൻ മുറിച്ചു കഴിച്ചുകൊണ്ടിരിക്കണം. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ടെക്സ്ചർ കണ്ട നമ്മുടെ സാധാരണ ഉഴുന്നുവട അല്ലാന്ന് ആരും പറയില്ല, അതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേസമയം പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വടയാണ്. കാരണം മറ്റേന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെക്കണം, ചിലപ്പോൾ അത് കൺസിസ്റ്റൻസി ശരിയായില്ല എന്ന് വരും. ഒരുപാട് ടെൻഷനുള്ള കാര്യമാണ് നമ്മുടെ മെതുവട. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നു ഫോണൊക്കെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഇതായി വരുന്നുള്ളൂ. നിങ്ങളെപ്പോഴും സാവധാനം ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഹറിബറി വേണ്ട. ഞാനൊരു
നാളികേര ചട്നി ഉണ്ടാക്കാൻ പോവാണ്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ വടയിലേക്ക് എപ്പോഴും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കാറ്. കാരണം പച്ചമുളകിൻ്റെ എണ്ണ ഞാൻ കുറച്ച് കൂട്ടും. അപ്പോഴാണ് അത് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുക. അത് വെറുതെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അവസാനത്തെ 2 വടയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതിപ്പോൾ ചോദിക്കാൻ വഴിയുണ്ട്, നേരത്തെ കൂട്ടി വെക്കാൻ പറ്റുന്നത് നമ്മൾ തൈരാണ്. അതുകൊണ്ട് നേരത്തെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തൈരിൻ്റെ പുളി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ബാറ്ററിൻ്റെ പുളി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നേരത്തെ കൂട്ടി വെക്കാൻ. അരമണിക്കൂറൊക്കെ കൂട്ടി വെച്ചാൽ മതിയാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഉണ്ടാക്കുന്നേക്കാളും തൊട്ട് മുൻപായിട്ട് മാത്രം ബേക്കിംഗ് സോഡ ഇടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്കിയും കൂടെ ഞാനിതങ്ങ് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. നമ്മുടെ അവസാനത്തെ ബാച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 7 വടയുണ്ട്. ആദ്യം 6 വടയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ 1 കപ്പ് റവയ്ക്ക് നമുക്ക് 13 വടയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റവയുടെ അളവിൽ വ്യത്യാസം വരുത്തുക. അപ്പോൾ 2 കപ്പ് റവയ്ക്കാണെന്നുണ്ടെങ്കിൽ 3.5 കപ്പൊക്കെ തൈര് വേണ്ടി വരും. അത് നല്ല ബീറ്റ് ചെയ്ത തൈര്. പിന്നെ റവ ജസ്റ്റ് പൊടിച്ച റവയായിരിക്കണം. അപ്പോഴാണ് കറക്റ്റ് കണക്ക് ശരിയാവുക കേട്ടോ. അങ്ങനെ പൊടിക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ കണക്ക് കുറച്ചും കൂടെ തൈര് വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. നമ്മൾ റവ പൊടിക്കുമ്പോഴാണ് ഈ കറക്റ്റ് കൺസിസ്റ്റൻസി വരുന്നത്. കറക്റ്റ് കാണാനുണ്ടാവും, നന്നായിട്ടുണ്ടാവുക. റവ പൊടിച്ചിട്ടില്ലെങ്കിലത്തെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റവ കാണാൻ നന്നായി ഉണ്ടാവില്ലേ. പുറത്തൊക്കെ ഇങ്ങനെ റവ ഇങ്ങനെ എന്താ പറയുക, റവ പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പൊടിച്ച് നോക്കിയത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നന്നായി തോന്നി. അപ്പം മടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ പൊടിക്കണ്ട. നമ്മുടെ വടയ്ക്ക് പെർഫെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റവ പൊടിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാനത്തെ ബാച്ച് ഞാൻ കോരിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രയുള്ള പരിപാടി. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഫൈനലി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനിവിടെ നല്ല എരിവുള്ള തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാം. വെച്ച് നോക്കട്ടെ. സംഭവം അടിപൊളിയായിട്ടുണ്ടോ? പുറത്ത് നല്ല ക്രിസ്പിയാണ്, പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ള നമ്മുടെ റവ വട ഈസി പീസിയാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഇത് ചൂടോടുകൂടി കഴിക്കണ ഏറ്റവും നല്ലത് കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഹെൽപ്പിംഗ് അമ്മ എന്താ ചെയ്യുന്നതു? കോക്കനട്ട് പാലെടുക്കുക. എൻ്റെ അമ്മ പാലെടുക്കുന്നുണ്ടോ? കോക്കനട്ട് ജ്യൂസ് അല്ല, കോക്കനട്ട് മിൽക്ക്. ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് അതിന്റെ ഫേവറേറ്റ് ആണ് ഗോതമ്പ് ദോശ, നാളികേരപ്പാല്, പഞ്ചസാര. രാവിലത്തെ പരിപാടിയാണ് ഇവിടെ. ഗോതമ്പ് ദോശയും നാളികേരപ്പാലും പഞ്ചസാരയാണ് ഇന്നത്തെ ശനിയാഴ്ച ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ നന്ദു? നന്ദുന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മനെ ഹെൽപ്പ് ചെയ്ത് നല്ല മിടുക്കം കുട്ടിയാണ് അല്ലേ? മതി, കഴിഞ്ഞു.